ഞങ്ങൾ ഇറങ്ങുവാണേ. ശരി. എത്ര നേരെ വിവിച്ചേട്ടാ വിളിച്ചോണ്ടിരിക്കും. തപ്പിയെടുക്കണ്ടേ? കഷ്ടപ്പെട്ട് തപ്പിയെടുത്ത് പോരാ. എൻ്റെ വാലിക്കണ വർത്താനം കേട്ടില്ലേ? ഞാൻ റീസൈൻ ചെയ്ത് പോവാം മണി. അല്ലെങ്കിൽ വേണ്ട, അടുത്തെല്ലാം പോവാം. ഇവനെന്താ വെടിയുണ്ടോ പോലെ ഇരിക്കണത്? മുട്ടിയാണ് സോറി, ഇനി ഉണ്ടാവില്ല. എടാ അവള് റിസൈൻ ചെയ്ത് പോവാണ്. അവസാന ദിവസമാണ്. ഇന്നും കൂടി ഉണ്ടാവുള്ളൂ. ഇന്നെങ്കിലും നിനക്ക് പറയാൻ പറ്റും. ഇവന് ഇത്രക്ക് പേടിയാണെങ്കിൽ ഞാൻ പോയി ഇഷ്ടമാണെന്ന് പറയട്ടോ. ഇവനൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നാം. ഇവരാണ് ഈ നേരം അവളുടെ കൂടെ. അവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ എന്താ ചെയ്യുക? എന്തായാലും ഇന്ന് പറഞ്ഞേ പറ്റുള്ളൂ. എടാ, നീ തിരക്കിലാണോ? അല്ലടാ, പറഞ്ഞോ. പിന്നെ അതെ എടാ, ഒരു കാര്യം. നീ എന്തെങ്കിലും ഇപ്പം എന്ത് കാണാമെന്ന പോലെ സംസാരിക്കണേ? എടാ, നീ ആ കാവ്യയുടെ അടുത്ത് പോയിട്ട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കുമോ? വിളിക്കണെന്തിനാ? അവളവിടെ ഇരിക്കല്ലേ, നിനക്ക് പോയി സംസാരിച്ചൂടെ? എടാ, ആ രാകേഷും ടീമൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അവരോടൊന്നും അത്ര വലിയ കമ്പനിയില്ല. ഞാൻ ഒന്നാമത് പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ അവരുടെ പ്രശ്നത്തിലാണ്. രാകേഷ് എന്നെ കണ്ടാൽ മതി, അപ്പം അവന് കല്യാണം. എടാ നീ പോയേ. പ്ലീസ് പ്ലീസ് പ്ലീസ്, നീ ഒന്ന് ചോദിച്ചു നോക്ക്. എന്താ? ഞാൻ വിളിക്കാം. പിന്നെ സംസാരിച്ച് സെറ്റ് ചെയ്തോളണം. മണ്ടത്തരൊന്നും കാണിക്കരുത്. ഇത് ലാസ്റ്റ് ചാൻസാണ്. ഇനി പെണ്ണ് പ്രേമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്. ഓക്കെ. നീ പറയുന്ന കേട്ടാ നിനക്ക് 4 കാമുകിമാരുള്ള പോലെയാണല്ലോ. നിനക്ക് ഇന്നേ വരെ ഒരു പെണ്ണ് സെറ്റായിട്ടുണ്ടാ? 5 പെണ്ണ് കാണലല്ലേ ഈ മാസം തന്നെ നടന്നത്? അതൊക്കെ ഈ ഓഫീസിൽ മൊത്തം പാട്ടാ. ഇതിലും ഭേദം ഞാനാ. നീ പോയിട്ടേ അവളെ വിളിച്ചേ. ഞാനിന്നെ ചാർജ് ചെയ്യാൻ പറഞ്ഞല്ലേ. ഓ, നീ പോയി അവളോടെ ഞാൻ വിളിക്കുന്നു എന്ന് പറ. ഈ സമയത്ത് അവൻ്റെ ഒരു ചാർജിങ്. ഒന്നും ചോദിക്കണ്ടായിരുന്നു, മിണ്ടാണ്ട് പോയി വിളിച്ചാൽ മതിയായിരുന്നു. അവൻ പറഞ്ഞായിട്ട് നീടാവണമെന്നാണ്ട. എന്നെ കണ്ടില്ലേ? ആദ്യം കുറച്ച് വിഷമമുണ്ടാവും. 50 പെണ്ണുകളിൽ കഴിയുമ്പോൾ എല്ലാം ശീലമായിക്കോളും. പോവുക, ചായ പിടിക്കുക, തിരിച്ചു ഞാൻ പോവുക, ചായ പിടിക്കുക, തിരിച്ചു വരിക. അപ്പം മൈൻഡ് സെറ്റാവും. വേണമെങ്കിൽ ഇനി പോകുമ്പോൾ ഞാനും കൂടി വരാട്ടെ കമ്പനിക്ക്. അതവിടെ വയ്ക്കുക, അവിടെ വയ്ക്കുക, അവിടെ വയ്ക്കുക. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തന്നെയൊക്കെ വെച്ച് എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ലെന്ന്. തൻ്റെ ലെവൽ എവിടെ എടുക്കണു, എൻ്റെ ലെവൽ എവിടെ എടുക്കണു? അവൻ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നു. പോയി വല്ല ഫയൽ തപ്പടോ. ഓ, മോഹൻലാലാണെന്ന് അവൻ്റെ വിചാരം. വെറുതെ അല്ല നിനക്ക് പെണ്ണ് കിട്ടാത്തത്. ഇവനിഞ്ഞിവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നുമങ്ങളെ ഇവിടെ ലാസ്റ്റ് ഇടിയാണ്. ഇനി ഉണ്ടാവില്ല. സോറി, പോട്ടെ. അയ്യോ, വിപിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. വിപിൻ റിസൈൻ ചെയ്യേണ്ടതൊന്നും വരില്ല. അതിനു മുന്നേ അവനെ മാനേജ്മെൻറ്റ് പുറത്താക്കുമെന്നാണ് തോന്നുന്നത്. അല്ലേലും ശരിയാ.
ബിബിൻ ആകെ ഓഫീസിലേക്ക് വരുന്നത് ഈ പെണ്ണുങ്ങളായിട്ട് സംസാരിക്കാൻ, അല്ലാതെ വേറൊരു ഹായ് ഹായ് കാവ്യ. ഹായ്. ഹായ്. കാവ്യ അഖിലിന് ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞു. എന്താ കാര്യം? അതറിയില്ല. ഞാനിവിടെ സംസാരിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. പ്രൊജക്റ്റ് അത്ര ശരിയായില്ല എന്നാണ് മൊത്തത്തിൽ. ശരിയായിക്കോളാം. ശരി, പോട്ടെ 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 പോട്ടെ. ഇവനൊക്കെ ഇവനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. പാരലൽ വേൾഡിലാണ്. എടാ അവളെന്താ പറഞ്ഞേ? അവൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് കഴിഞ്ഞ് വരാന്ന്. നീ വെയിറ്റ് ചെയ്യ്, അവൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അതായിരിക്കും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അവരോടൊക്കെ സംസാരിക്കാൻ സമയമുണ്ട്, ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ വരാം. എവിടേക്ക് പോകുന്നത്? അയ്യോ, എന്താണോ? ഞാൻ ഈ ഫയൽ ആരാൻ വന്നു? അതവിടെ വെച്ചിട്ട് പോയാ പോരെ, ബാക്കിൽ ഒന്ന് പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനല്ല, നീയല്ല എന്നെ പഠിപ്പിച്ചു. ഞാനാ? ആ പോടൂ, ഈ വഴിക്ക് പോടൂ പോടൂ. ഈ വാടാ വായ നോക്കി. അഖിൽ, ഇന്നെന്താ നേരത്തെ ഇറങ്ങിയത്? ഏയ് ഒന്നുമില്ല, എൻ്റെ വർക്ക് കഴിഞ്ഞു. കാർത്തിക് പറഞ്ഞു തനിക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്താ? ഞാൻ ചുമ്മാ ഇന്ന് പോവല്ലേ, ആ. അപ്പോൾ യാത്ര പറയാൻ വേണ്ടി. പിന്നെ മാത്രമല്ല, ഈ മാസം വർക്ക് കൂടുതലായതുകൊണ്ട് അത്ര സംസാരിക്കാനും പറ്റിയില്ല. നമുക്കൊന്ന് നടന്ന് സംസാരിച്ചാലോ? ആ ഓക്കെ. ഇനിയിപ്പോൾ മഴ മാറിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. തനിക്ക് വേറെ തിരക്കൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും മഴ മാറാതെ പോകാൻ പറ്റില്ലല്ലോ. തൻ്റെ ബാഗിൽ കൊണ്ടുണ്ടോ? താൻ എന്നാ ഷിഫ്റ്റ് ചെയ്യുന്നേ? 2 ദിവസം കഴിയും. പിന്നെ തനിക്ക് നല്ലൊരു സെൻഡ് ഓഫ് പാർട്ടി കിട്ടിയല്ലേ? നമ്മുടെ ഓഫീസിൽ ആദ്യമായിട്ട് ഒരാൾക്ക് ഇത്രയും ഗ്രാൻഡായിട്ടൊരു സെൻഡ് ഓഫ് പാർട്ടി കിട്ടുന്നത്. ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. പിന്നെ ആ രാകേഷിന് നിർബന്ധം കാരണം. ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾ പോകുമ്പോൾ സെൻഡ് ഓഫ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ അടിപൊളിയാക്കണ്ടേ? ടീം ലീഡറിൻ്റെ പവർ കാണിക്കണ്ടേ? ഞാൻ എല്ലാവരെയും നന്നായി മിസ് ചെയ്യും. സത്യം പറഞ്ഞാൽ താൻ പോകുന്നതിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പ്രൊജക്റ്റിൻ്റെ കേസിൽ കംപ്ലൈൻറ്റ് ഇഷ്യൂ ചെയ്തതിന് നിങ്ങളുടെ ടീമിലെല്ലാവർക്കും ഞാൻ പോയി കിട്ടണമെന്നായിരിക്കും. ഏയ് അങ്ങനെയൊന്നുമില്ല, ആ പ്രശ്നമൊക്കെ അന്നേ കഴിഞ്ഞില്ലേ. കാർത്തിക്, അഞ്ജലി, സോന ഇവർക്കൊക്കെ താൻ പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. അവർക്ക് മാത്രമേ ഉള്ളൂ? തനിക്ക് വിഷമമൊന്നുമില്ലേ?
അത് പിന്നെ അതെ, ഹലോ. അല്ല, എനിക്കുണ്ടെന്ന് പറയാൻ വരുമായിരുന്നു. പിന്നെ തനിക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ? അത് തനിക്ക് ഈ ബാംഗ്ലൂരിലെ അക്കോമഡേഷനൊക്കെ എവിടെയാ? ഇത് ചോദിക്കാനാണോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ്? അല്ല, അവിടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ ചോദിച്ചാ. എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അവൾ താമസിക്കുന്ന PG-യിലാണ് താമസിക്കുന്നത്. ആ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടിപ്പോൾ ഒരു 6 മാസമായി കാണില്ലേ? ആ, 6 മാസവും 4 ദിവസവും. ഡിസംബർ 17 ഫൈനൽ പ്രൊജക്റ്റിൻ്റെ അന്നാണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ചത്. അന്നോ? അതിനു മുമ്പ് സംസാരിച്ചിട്ടില്ലേ? ഇല്ല. ഉണ്ട്, അതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇല്ലെന്നേ. താൻ എന്നോട് ആദ്യമായിട്ട് ചോദിച്ചത് ഇന്ന് എത്ര ഡേറ്റ് എന്നാ. അപ്പം ഞാൻ പറഞ്ഞു 17. ഓ, അതാണല്ലോ ഇത്ര കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുന്നത്. മഴ മാറിയില്ലേ? നമുക്ക് പോയാലോ? കാവ്യ, പിന്നെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഉം. എനിക്ക് തന്നെ ഇഷ്ടോ ഇത് പറയാൻ വേണ്ടിയാ. താൻ നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു റിപ്ലൈ തന്നാൽ മതി. ഓ, ഇതായിരുന്നില്ലേ കാര്യം? അതാണ് ഒരു മാസമായിട്ട് ഈ നിലാവ് തഴിച്ചുവിട്ട കോഴിനെ പോലെ നടന്നത്. ഈ കാര്യം എനിക്ക് നേരത്തെ അറിയാം. തൻ്റെ ഓവർ തിങ്കിങ്ങും ഇൻസെക്യൂരിറ്റിയും കാരണം താൻ ഇത്രയും നാൾ തന്നോട് പറയാതിരുന്നെന്നും അറിയാം. ഞാൻ തന്നെ അനാവശ്യമായിട്ട് അവോയ്ഡ് ചെയ്തതും കുറച്ച് നാളായിട്ട് ഡിസ്റ്റൻസ് വെച്ചതൊക്കെ ഇത് തൻ്റെ വായി തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാ. എന്ത്? എടാ മരങ്ങോടാ, തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് തന്നെ ഇഷ്ടാ. എന്താ പറഞ്ഞേ? എനിക്ക് ഓക്കെ ആണെന്ന്. തൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനി മാറ്റാനൊന്നും പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യാം? തൽക്കാലം ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിലിരിക്കാം. ആ, ഒരു മിനിറ്റ്, ഞാൻ ആ കാർത്തികിനെ വിളിച്ചിട്ട് 2 വർത്താനം പറയട്ടെ. ഹലോ.